അന്ന് കോളേജ് ലീവായിരുന്നു. സച്ചിൻ കാപ്പികുടി കഴിഞ്ഞ ഉടനെ അയ്യപ്പൻ കാവിലെ അമ്പലക്കുളത്തിനരികിലേക്ക് നടന്നു. ഇതുവഴിയാണ് കിങ്ങിണി ചേച്ചി ക്ഷേത്രത്തിലേക്ക് വരിക. അന്ന് കുറേ നേരം കാത്തിരുന്നിട്ടും കിങ്ങിണി ചേച്ചിയെ കണ്ടില്ല. എന്തു പറ്റിയതാണാവോ? ഈ കിങ്ങിണി ചേച്ചി ഹാഫ് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ഒരരയന്നം പോലെ നടന്നു വരുന്ന കാഴ്ച സച്ചിന് ഒരു ലഹരിയാണ്. ചേച്ചിയുടെ കയ്യിൽ ഒരു പൂക്കൂടെ ഉണ്ടാകും. വീട്ടിലെ തൊടിയിൽ വിരിയുന്ന വർണ്ണപ്പൂക്കളാണതിൽ നിറയെ. ചേച്ചി ഇറുത്തെടുത്ത പൂക്കളേക്കാൾ ഭംഗിയുള്ള പുഞ്ചിരിയായിരിക്കും അപ്പോൾ ചേച്ചിയുടെ മുഖത്തെന്ന് തോന്നും. വട്ടമുഖമുള്ള ചേച്ചിയുടെ ആ വിടർന്ന നെറ്റിത്തടത്തിലെ ചന്ദനപ്പൊട്ടും മാൻമിഴി തിളങ്ങുന്ന കൺമഷിയും, ഹോ എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓമലാളെ എന്നറിയാതെ പാടിപ്പോകും. പോട, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ചേച്ചി മുഖം താഴ്ത്തി പുഞ്ചിരിച്ചുകൊണ്ട് കിങ്ങിണി കുണുങ്ങി കുണുങ്ങി നടന്നു പോകുന്നത് കാണുകെ താൻ എല്ലാം മറക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ് ഒന്നുമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആ നേരം നോക്കി അമ്പലക്കുളത്തിൻ്റെ പരിസരത്ത് അവൻ ഇന്നും കാണും. അവൻ നിരാശനായി വീട്ടിലേക്ക് തിരിച്ചു. സച്ചിൻ വീട്ടുകാർ കാണാതെ അവൻ്റെ വീട്ടുപറമ്പിലെ തൊടിയിലേക്ക് ഇറങ്ങി. മതിലിന് സമീപം എത്തി. കിങ്ങിണി ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്നെത്തി നോക്കി. ദേ കിങ്ങിണി ചേച്ചി മതിലിൻ്റെ തൊട്ടരികത്ത് ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നു. ഹേയ് കിങ്ങിണി ചേച്ചി, ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്കെന്താ പീരീഡ്സ് ആയോ? അപ്പുറത്തെ മതിലിൻ്റെ മറവിൽ നിന്നും കിങ്ങിണിയോട് സച്ചിൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ ഞെട്ടിപ്പോയി. നീയെന്നോ? അയ്യേ, എടാ നിന്നെ ഞാനുണ്ടല്ലോ. അവൾ ദേഷ്യപ്പെട്ട് അങ്ങനെ പറഞ്ഞുപോയി. അത് കേട്ടവൻ പൊട്ടിച്ചിരിച്ചു. മണിമുത്ത് പൊഴിയുന്ന അവൻ്റെ ചിരിയലകൾ കണ്ട് അവൾ ഒരു നിമിഷം ആസ്വദിച്ചു. പിന്നെ ഭയന്നു. കള്ളൻ ക്ഷേത്രക്കുളത്തിനരികിൽ പോയി നിന്ന് അവിടെ കാണാണ്ടിങ്ങോട്ട് വന്നതാണ്. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്ന തന്നെ അവിടെ ഒരാഴ്ചയായി കാണാതിരുന്നാൽ അത് മനസ്സിലാക്കുക ഈ സച്ചിനായിരിക്കും. തൻ്റെ തൊട്ട അയൽപ്പക്കക്കാരൻ, തന്നെക്കാൾ എത്രയോ ഇളയത്. ഇവൻ ഇതെന്ത് ഭാവിച്ചാണെന്നറിയില്ല. അവനാണെങ്കിൽ തന്നോട് കൊണ്ടു പിടിച്ച പ്രണയമത്രേ. എത്ര വട്ടം ഉപദേശിച്ചു, എത്ര വട്ടം പിണങ്ങി മിണ്ടാതിരുന്നു. അതൊന്നും അവൻ കാര്യമാക്കുന്നതേയില്ല. കുറേ നാൾ മിണ്ടാതിരിക്കുമ്പോൾ അവൻ പറയും. കിങ്ങിണി ചേച്ചി നാവ് കൊണ്ട് മാത്രം മിണ്ടാതിരുന്നാലും ആ മനസ്സും പിന്നെ ആ രണ്ട് കണ്ണുകളും നിരന്തരം വാചാലമാകുന്നത് ഞാൻ കാണുന്നില്ല എന്നാണോ ഈ പറയുന്നത്? ഞാൻ കാണുന്നു. ആ മനസ്സിനകത്ത് മുഴുവൻ ഞാനാണ്, ഞാൻ മാത്രം, ഈ സച്ചിൻ മാത്രം, അല്ലേ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു ചിരിയുണ്ട്. അത് കാണുമ്പോൾ തന്നെ അവളിലെ എല്ലാ ദേഷ്യവും അലിഞ്ഞ് അതിൽ പോകുന്നു. ഇത് തന്നോട് മാത്രമല്ല, അവൻ്റെ കൂട്ടുകാരന്മാരോടും നാട്ടുകാരോടും മുഴുവൻ പാടി നടക്കുന്നത് അറിഞ്ഞപ്പോൾ ചെക്കന് തന്നോട് അസ്ഥിക്ക് പിടിച്ച പ്രണയമാണെന്ന് തന്നെ മനസ്സിലായി. വെറും 18 വയസ്സേ ഉള്ളൂ അവന്. തനിക്കാണെങ്കിൽ 40. പ്രായത്തിൻ്റെ ചാബല്യമാണ് അവന്. ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്ത പ്രായം. അങ്ങനെ പഴയതൊന്നും എളുപ്പം മറക്കാനാവില്ല തനിക്ക്. അവൻ തൻ്റെ കുഞ്ഞനിയനല്ലേ? താൻ എടുത്തു നടന്ന പയ്യനാണ്. കുഞ്ഞിലെ എപ്പോഴും തൻ്റെ ഒക്കത്തായിരിക്കും അവൻ. കോളേജിൽ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചുമ്മാതെ ഇരിക്കുന്ന കാലം. വീട്ടുകാർ കല്യാണത്തിന് നിർബന്ധിക്കുന്നു. അയൽപ്പക്കത്തെ സരസു ചേച്ചി പ്രസവിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അവരുടെ കുഞ്ഞിനെ കാണാൻ പോയതായിരുന്നു. വെളുത്ത് തൊടുത്ത് കുരുന്നു വാവ. കണ്ടപ്പോൾ തന്നെ വല്ലാത്ത ആകർഷണം തോന്നി. പിന്നെ എന്നും പോകും. അവൻ്റെ ചിരിയും കളിയും ഒരു ലഹരിയായി. സരസു ചേച്ചി കുഞ്ഞിൻ്റെ മുഷിഞ്ഞ തുണിയൊക്കെ അലക്കിയിടുന്ന നേരത്തും അവൻ തൊട്ടിയിൽ കിടന്ന് കരയുന്ന നേരത്തും ഒക്കെ അവന് തോളിലേറ്റി നടന്നു. അവൻ്റെ കരച്ചിലൊക്കെ മാറ്റി അവനെ പുഞ്ചിരിപ്പിക്കാൻ വളരെ പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് പുണ്യാഹം പോലുള്ള അവൻ്റെ ഉണ്ണിമൂത്രം അവളുടെ വസ്ത്രങ്ങളും മറ്റും നനയിപ്പിച്ചിട്ടുണ്ട്. വളർന്നു വരികെ ഒരു ചേച്ചിയുടെ വാത്സല്യം മുഴുവനും അവന് പകർന്നു നൽകി. അപ്പോഴൊക്കെ താൻ അവന് ചേച്ചിയായിരുന്നു. അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. പിന്നീട് എപ്പോഴോ ചേച്ചിയുടെ സ്ഥാനത്ത് നീയെന്നും എടി എന്നുമുള്ള പ്രയോഗമൊക്കെ കടന്നു വന്നു. ആദ്യമൊക്കെ തമാശയ്ക്കാണെന്നാണ് കരുതിയിരുന്നത്. 24-ാം വയസ്സിൽ താൻ വിവാഹം കഴിച്ച് തിരുവനന്തപുരം ചെല്ലുമ്പോൾ അവന് വെറും 2 വയസ്സ്. ഭർത്താവ് മദ്യപാനിയും ദുർനടപ്പുകാരനുമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം താൻ പിന്നെ അവിടെ നിന്നില്ല. വീട്ടിൽ വന്ന് ഡിസൈൻ കോഴ്സിന് ചേർന്നു. പഠിച്ചൊരു ഡിസൈനറായി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. അങ്ങനെ കഴിയുകയായിരുന്നു. വിവാഹത്തോട് അന്ന് തോന്നിയൊരു വെറുപ്പാണ്. പിന്നെ ഒരു വിവാഹത്തിനും ആരുടെ മുമ്പിലും തല കുനിച്ചു കൊടുക്കാതിരിക്കാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകം. വർഷങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല. സച്ചിൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തും വിവാഹത്തിൻ്റെ സമയത്തും മേലിഞ്ഞ് ഞരമ്പ് പോലെ ഉണ്ടായ തനിക്കിന്ന് ഒരു ഒത്ത സ്ത്രീയായി മാറി വന്ന കാലം. അന്നാണ് അത് സംഭവിച്ചത്. ഈ സച്ചിൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് ഓട്ട മത്സരത്തിൽ ഒരു മെഡൽ കിട്ടി. ആദ്യം ഓടി വന്ന് തൻ്റെ വീട്ടിലേക്ക്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ തൻ്റെ കഴുത്തിൽ അവൻ ആ മെഡൽ പെട്ടെന്ന് അണിയിച്ചു. താൻ ഞെട്ടിപ്പോയി. എന്തിനാ സച്ചിനെ ഇതെൻ്റെ കഴുത്തിൽ? മെഡൽ നിനക്കല്ലേ കിട്ടിയത്? ഒരു രസത്തിനിട്ടതാ കിങ്ങിണി ചേച്ചി.
കണ്ടോ, ഈ കിടക്കുന്ന മെഡൽ കണ്ടോ, ഇതിനകത്തുള്ള ചിഹ്നം കണ്ടോ എന്ന് പറഞ്ഞ് അവൻ തൻ്റെ കഴുത്തിൽ നിന്ന് തന്നെ മെഡലെടുത്ത് തനിക്ക് നേരെ കാണിച്ചു. ആ സമയത്ത് അവൻ്റെ കൈകൾ തൻ്റെ നെഞ്ചത്ത് അരുതാത്തയിടത്ത് വിരൽത്തുമ്പുകൾ ചില കുസൃതികൾ കാണിച്ചെന്ന് തോന്നി. എടാ ചെക്ക സച്ചിനെ, നീ അറിയാതെ തൊട്ടതല്ലേ എൻ്റെ നെഞ്ചത്ത്? അത് അത് അതെ ചേച്ചി, അറിയാതെ ആണെങ്കിൽ ക്ഷമിച്ചു, അറിഞ്ഞാണെങ്കിൽ മേലിൽ എന്നോട് കൂട്ടുകൂടാൻ വന്നേക്കരുത്. കുഞ്ഞുനാളിലെ തനിക്ക് അവനെ ഇഷ്ടമാണല്ലോ, അനിയനോ ചേട്ടനോ ഇല്ലാതെ. കിങ്ങിണി ഭർത്താവിനോട് പിണങ്ങി എത്തിയപ്പോൾ തൊട്ട് വീട്ടിലെ ഏകാന്തതയിൽ സഹോദരനും കളിക്കൂട്ടുകാരനുമായി അവനേ ഉണ്ടായുള്ളൂ. കുഞ്ഞുനാളിലെ അവൻ കുസൃതിയാണ്. അവൻ UP സ്കൂളിൽ പഠിക്കുന്ന കാലം കിങ്ങിണിക്ക് സച്ചിൻ്റെ വീട് കടന്നു വേണം അപ്പുറമുള്ള സുമചേച്ചിയുടെ ഫാൻസി കടയിൽ ചെല്ലാൻ. ചാന്തും പൊട്ടും ചിലപ്പോൾ നാപ്കിൻ പാക്കും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ആ കടയിൽ ചെല്ലാറുണ്ട്. തൻ്റെ തലയനക്കം കണ്ടാൽ അവനും പിറകെ കൂടും. ഒരകലം വിട്ട് സൈക്കിൾ ഓടിച്ചാണ് അവൻ വരിക. സുമചേച്ചിയുടെ കടയിൽ നിന്നും ആവശ്യമുള്ളതൊക്കെ വാങ്ങി വരവ് അവൻ വഴിയിൽ നിന്ന് തന്നെ ക്രോസ് ചെയ്തു. എന്തുവാ അത്? എന്തിനാ കടയിൽ പോയത്? ചാന്തും പുട്ടും വാങ്ങിക്കാൻ. നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കയ്യിലെ പൊതി തട്ടിപ്പറിച്ചു. എന്നിട്ട് വളയും പൊട്ടും ചാന്തും ഒക്കെ എടുത്തു മാറ്റിയ ശേഷം ആ ഒരു സാധനം കൂടി എടുത്തുയർത്തി കാണിച്ച് എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്താണെന്ന് എനിക്കറിയാം, പറയട്ടെ. ഇത് ചേച്ചിയുടെ അതല്ലേ? എന്തൊരു പച്ചയ്ക്കാണ് അവൻ ചോദിക്കുന്നത്, വൃത്തികെട്ടവൻ. അവൻ്റെ വിശദീകരണം മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ ചെവി പൊത്തിപ്പിടിച്ച് വീട്ടിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. ലജ്ജയില്ലാത്തവൻ. മുട്ടയിൽ നിന്നും വിരിഞ്ഞിട്ടില്ല, അപ്പോഴേ വേണ്ടാതീനങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് നാപ്കിൻ വാങ്ങുമ്പോൾ അവൻ്റെ സാന്നിധ്യം ഒഴിവാക്കാൻ പരമാവധി സൂക്ഷിച്ചും കണ്ടു മാത്രമേ പോകാറുള്ളൂ. കിങ്ങിണി ചേച്ചി എന്താ ഓർത്തുകൊണ്ടിരിക്കുന്നത്? മതിലിന് മുകളിൽ തല ഉയർത്തി നിന്നുകൊണ്ട് അവൻ പ്രേമാർദ്രമായി അവളോട് ചോദിച്ചപ്പോൾ അവൾ ചിന്തയിൽ നിന്നുണർന്നു. അവൾക്ക് നന്നായി ദേഷ്യം വന്നു. സച്ചിനൊന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് കയ്യിലെ ടാപ്പ് താഴെ വലിച്ചെറിഞ്ഞ് കിങ്ങിണി അമർത്തി ചവിട്ടി ഇന്റർലോക്കിലൂടെ നടന്ന് വീടിനകത്തേക്ക് കയറി കതകടച്ചു. ഈ കണ്ടകശനി പിടിച്ച ചെക്കൻ തന്നെയും കൊണ്ടേ പോകൂ, അവൾ പിറുവിറുത്തു. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ തീരൂ. പിറ്റേന്ന് ഓഫീസിൽ തൻ്റെ ജോലിക്കെത്തിയപ്പോൾ അവൾ തൻ്റെ അടുത്ത സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ മുഴുവൻ ഈ സച്ചിൻ്റെ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ടോ പ്രത്യാശയോടുകൂടി അവരോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോടി നിങ്ങളുടെ കയ്യിൽ? 2 പൊട്ടിക്കടി അവൻ്റെ ചെള്ളക്കിട്ട്, അവൻ്റെ നട്ടപ്രാന്തം കൊണ്ട് അവൻ പൊക്കോളും. കൂട്ടുകാർ ഏകപക്ഷീയമായി അങ്ങനെ പറഞ്ഞ് കൈയൊഴിഞ്ഞു. അതുതന്നെയായിരുന്നു അവളുടെയും പ്ലാൻ. വെറുപ്പിച്ചാണെങ്കിലും അകറ്റി നിർത്തണം. ഒരു ദിവസം ജോലി കഴിഞ്ഞ് കിങ്ങിണി വീട്ടിലേക്ക് നടന്നു വരവേ സൈക്കിളും കൊണ്ട് സച്ചിനും അതുവഴി കൂടെയുണ്ടായിരുന്നു. നാട്ടുകാര്യങ്ങൾ ഓരോന്നും പറഞ്ഞ് അങ്ങനെ ഇരുവരും വീട്ടിലേക്ക് നടക്കുകയാണ്. പ്രേമകാര്യമൊഴിച്ച് വേറെ എന്ത് ചോദിച്ചാലും അവൾ നന്നായി മറുപടി പറയും. ആളൊഴിഞ്ഞ റോഡിന്റെ വളവിലെത്തിയപ്പോൾ സച്ചിൻ പെട്ടെന്ന് തന്നെ പ്രണയം വീണ്ടും എടുത്തിട്ടു. കേട്ടപ്പോൾ തന്നെ കിങ്ങിണി നെർവസായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവനെ നേരെയാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. കൂട്ടുകാർ പറഞ്ഞ മാർഗം അങ്ങോട്ട് അവലംബിക്കുക തന്നെ. എങ്കിലും എങ്ങനെയാണ് താൻ ഓമനിക്കുകയും ലാളിക്കുകയും ചെയ്ത ഈ കൈകൊണ്ട് ഈ കൊച്ചിനെ തല്ലുക? തൻ്റെ ജീവിതത്തിൽ നിന്നും ഇവനെ ഈ വക ചിന്തയുമായി എന്നേക്കുമായി സ്വതന്ത്രമാക്കണം. ഇവൻ പിരിഞ്ഞു പോയേ പറ്റൂ. ഇതല്ലാതെ നോക്കൂ സച്ചിൻ, എനിക്ക് നിന്നെ ആ വിധത്തിൽ കാണാനാവില്ല. ഇത് ഞാൻ 1000 വട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം കാര്യം പറയുന്നത് കൊണ്ട് തന്നെ നിന്നെ എനിക്കിപ്പോൾ വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനി നിന്നെ ഒരു അനിയനായി പോലും കാണാൻ എനിക്കാവില്ല. നിന്റെ പ്രണയം പറഞ്ഞ് അത്രയ്ക്കും വെറുപ്പ് നീ സമ്പാദിച്ചു കഴിഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി കിങ്ങിണി ചേച്ചി. ഇനി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. വേണ്ടടാ, ജീവിക്കണ്ട, നീ പോയി മരിക്ക്. അതും പറഞ്ഞ് അവൾ കൈ ആഞ്ഞു വീശി അവൻ്റെ കവിളിലിട്ട് 2 പൊട്ടിച്ചു. കിങ്ങിണി ചേച്ചി, എന്നെ എത്ര വേണമെങ്കിലും ആ കൈകൊണ്ട് തല്ലിക്കോ, തല്ലിക്കൊന്നാലും എൻ്റെ പ്രണയം സത്യമാണ്. അവൻ്റെ മുഖം അനക്കാതെ അവളുടെ തല്ല് മുഴുവൻ നിന്നുകൊണ്ടു അങ്ങനെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ്റെ നിലപാട് കണ്ടപ്പോൾ അവൾക്ക് കലി കയറി. പിന്നെ അവനെ പുതിരെ തല്ലി. ഞാൻ നിന്റെ ചേച്ചിയാണ്, ചേച്ചി. അയ്യോ അമ്മേ, ഈ ചെക്കൻ എന്നാ ഭാവിച്ചാ? അവളും കരഞ്ഞുകൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ട പോലെ സച്ചിനെ 2 കൈയും കൊണ്ട് തലങ്ങനെയും വിലങ്ങനെയും തല്ലിക്കൊണ്ടിരുന്നു. എല്ലാ തല്ലും കൊണ്ടിട്ടും അവൻ ഒരടി പോലും പിന്നോട്ട് അനങ്ങിയില്ല. ചേച്ചി, എനിക്കാവില്ല നിന്നെ കെട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ എന്ന് പറഞ്ഞ് സച്ചിൻ നിലവിളിച്ച് കരഞ്ഞു. എങ്കിൽ പോയി ചാവടാ, പോയി ചാവ്. നിന്റെ സ്നേഹം ഒന്ന് കാണണമല്ലോ. ആ സമയം മാധവി ബസ് അവർക്ക് മുന്നിലൂടെ കടന്നുപോയി. കിങ്ങിണിയുടെ തല്ലിനേക്കാൾ അവനെ വേദനിപ്പിച്ചത് അവളുടെ ആ വാക്കായിരുന്നു. അവൻ പെട്ടെന്ന് സൈക്കിൾ എടുത്ത് മാധവി ബസിന്റെ പുറകെ കുതിച്ചു. എടാ സച്ചിനെ, നിൽക്കടാ!
അവൾ അവൻ്റെ പോക്ക് കണ്ട് നിലവിളിച്ചു കൂകി. അവൾ വിളിച്ചു പറയുന്നതൊന്നും കൂട്ടാക്കാതെ അവൻ സൈക്കിളും ഓടിച്ച് ബസ്സിന് പിന്തുടർന്നു. റോഡിൽ മുഴുവൻ ടാറിളകി കുണ്ടും കുഴിയുമായതിനാൽ ഇഴഞ്ഞു പോവുകയായിരുന്ന മാധവി ബസ്സിന്റെ മുന്നിൽ അവൻ വേഗത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചവൻ നടു റോഡിൽ നിന്നു. ബസ് ഡ്രൈവർ അത് പ്രതീക്ഷിച്ചില്ല. മുന്നോട്ട് പോവുകയായിരുന്ന ബസ് സച്ചിനെ തട്ടിത്തെറിപ്പിച്ചു. ബസ്സിന്റെ ഇടിയേറ്റ സൈക്കിളും സച്ചിനും റോഡരികിലേക്ക് തെറിച്ചു. സച്ചിനെ ബസ് ഇടിച്ചത് കണ്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി. ബസ്സിന്റെ വേഗത വളരെ കുറവായതിനാൽ വലിയ അപകടം ഒഴിവായി. വീട് കിടക്കുന്ന സച്ചിൻ ചാടി എണീറ്റ് കയ്യിൽ അല്പം പരിക്കേറ്റതല്ലാതെ വേറെയൊന്നും സംഭവിച്ചിട്ടില്ല. ഭാഗ്യം. ഇതെല്ലാം കണ്ട് പേടിച്ചരണ്ട് നിൽക്കുകയായിരുന്നു കിങ്ങിണി. സച്ചിന് വലിയ അപകടമൊന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞ് അവൾക്ക് ആശ്വാസമായി. ചിലരൊക്കെ ചേർന്ന് സച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ദുഃഖത്തോടെ കിങ്ങിണി വീട്ടിലേക്ക് നടന്നു. നാട്ടുകാർക്ക് അതൊരു ആത്മഹത്യാശ്രമമായിരുന്നു എന്നറിയാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ കിങ്ങിണി അവളുടെ വീടിന്റെ വരാന്തയിലിരിക്കുകയായിരുന്നു. സച്ചിൻ അവന്റെ വീടിന്റെ ബാൽക്കണിയിൽ പരിക്കുപറ്റി ബാൻഡേജ് ചെയ്ത അവന്റെ കൈ ഉയർത്തി കാണിച്ചു. ആ അവസ്ഥയിൽ അവനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലായ്മ തോന്നി. തനിക്ക് വേണ്ടി മരിക്കാൻ പോയവനാണ്. എന്തൊരു ഭ്രാന്താണ്. അവൻ ഓടുമ്പോൾ താൻ കിടന്ന് വിളിക്കാത്ത ദൈവങ്ങളില്ല. അതാണ് ഇത്രയും കൊണ്ട് തീർന്നത്. വലുതെന്തോ വരാനിരുന്നതായിരുന്നു. അവനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണിൽ കണ്ണുനീർ വന്നു നിറയുകയും അവൾ തുടയ്ക്കുന്നതും സച്ചിൻ കണ്ടു. അവൻ ആ പരിക്കുള്ള കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഡോണ്ട് വറി. എൻ്റെ ഒരു കൈ ഇത്രയ്ക്കും പരിക്കു പറ്റുമ്പോൾ കിങ്ങിണി ചേച്ചി സ്നേഹം ഇത്രയ്ക്കും പ്രകടിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് ശരീരം മുഴുവൻ ഒടിവായി അനങ്ങാൻ പറ്റാണ്ടായാൽ എന്തുമാത്രം സ്നേഹം തരും എന്ന അർത്ഥത്തിൽ അവളെ നോക്കി ആശ്വസിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കാണും. വളരെ യാദൃച്ഛികമായി ബ്രോക്കർ വാസു ഇതിനിടെ കിങ്ങിണിക്ക് നല്ലൊരു വിവാഹാലോചനയുമായി വീട്ടിലേക്ക് വന്നു. വീട്ടുകാർ പക്ഷേ കാര്യമാക്കിയില്ല. എന്നും മുടക്കം പറയുന്ന അവൾ സമ്മതിക്കില്ലെന്നറിയാമായിരുന്നു. മുമ്പൊക്കെ ഇതുപോലെ എന്തോരം വന്നു. ആ സമയത്തൊന്നും അവൾ കൂട്ടാക്കിയില്ല. പിന്നെ ഇപ്പോഴാണോ? അവർ വാസുവിൻ്റെ വരവിനെ പുച്ഛിച്ചു തള്ളി. എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ ആ വിവാഹത്തിന് സമ്മതമാണെന്നറിയിച്ചു. ഇനിയൊരു പുരുഷന്റെ മുന്നിലും തല കുനിക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ച് വാശി പിടിച്ച കിങ്ങിണിക്കിപ്പോൾ ഇതെന്തു പറ്റി? വീട്ടുകാർക്ക് അത്ഭുതമായിരുന്നു അവളിലെ ആ മാറ്റം. സച്ചിന്റെ പ്രണയാക്രാന്തത്തിൽപ്പെട്ട് മനസ്സുലറി നടക്കുന്ന കിങ്ങിണിയെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ ആ വിവാഹാലോചന ഒരു അനുഗ്രഹമായി മാറി. താൻ കെട്ടിപ്പോയി കഴിഞ്ഞാൽ സച്ചിൻ പിന്നെ തന്നെ സ്നേഹിക്കില്ല. തന്നെ നിരന്തരം ഇവിടെ കാണുന്നത് കൊണ്ടാണ് അവൻ്റെ മനസ്സിൽ എന്നും താൻ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. കെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തന്നെ അവൻ മറന്നോളും. മാത്രമല്ല, ഇനിയും വൈകിയാൽ ഒരുപക്ഷെ തൻ്റെ നിലനിൽപ്പ് പോലും അവതാളത്തിലാകും. സച്ചിനിൽ നിന്നും തന്നെയും തന്നിൽ നിന്നും അവനെയും രക്ഷിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ: വിവാഹം കഴിക്കുക തന്നെ. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. തൻ്റെ തൊട്ടയൽപ്പക്കത്തുള്ള പ്രാണപ്രണയിനി കിങ്ങിണി ചേച്ചി മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വിവാഹത്തിന് സമ്മതിച്ച കാര്യം അറിഞ്ഞു. വിവാഹത്തലേന്ന് സച്ചിൻ വിഷം കഴിച്ചു. അവനെയും കൊണ്ട് ആംബുലൻസ് ഹോസ്പിറ്റലിൽ പോയി. ഇനി സ്വസ്ഥമായ ഒരു വിവാഹ ജീവിതം തനിക്കില്ലെന്ന് മനസ്സിലാക്കിയ കിങ്ങിണി ആരും കാണാതെ ഒരു കൊച്ചു ബാഗിൽ ആവശ്യം വേണ്ട വസ്ത്രങ്ങളും മറ്റും എടുത്ത് വീട് വിട്ടിറങ്ങി. റെയിൽവേ സ്റ്റേഷനിലെത്തിയ അവൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതെ വിഷമിച്ചു. അപ്പോഴാണ് പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിൽ ഒരു സന്യാസിയമ്മ ഇരിക്കുന്നത് കണ്ടത്. അവളുടെ വിഷമം അറിഞ്ഞ അവർ അപ്പോൾ വന്നു നിന്ന വണ്ടിയിൽ അവളെയും കൊണ്ട് യാത്രയായി. കിങ്ങിണി വീട് വിട്ട വിവരം അറിഞ്ഞ മാതാപിതാക്കൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. സംഭവങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ മനസ്സിലാക്കിയ പോലീസ് തുടർ നടപടിയുടെ ഭാഗമായി പലരെയും ചോദ്യം ചെയ്യുകയും കിങ്ങിണിക്ക് വേണ്ടി പലയിടത്തും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. കിങ്ങിണി പോകാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു. അപകടനില തരണം ചെയ്ത സച്ചിന്റെ ബോധം തെളിഞ്ഞു. പോലീസുകാർ ഹോസ്പിറ്റലിൽ ചെന്ന് സച്ചിന്റെ മൊഴിയെടുത്തു. കൂടാതെ സച്ചിന്റെ വീട്ടുകാരെയും ചോദ്യം ചെയ്തു. ഒരു തമാശ പോലെ സുഹൃത്തുക്കളും വീട്ടുകാരും തള്ളിക്കളഞ്ഞ സച്ചിന്റെയും കിങ്ങിണിയുടെയും പ്രണയം ഇത്രമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും കരുതിയില്ല. അവരെ ഏറെ ആശങ്കപ്പെടുത്തിയതും അത്ഭുതപ്പെടുത്തിയതും കിങ്ങിണിയുടെ തിരോധാനമാണ്. വിവാഹത്തലേന്നുള്ള കിങ്ങിണിയുടെ ഒളിച്ചോട്ടവും കിങ്ങിണിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. എങ്കിലും ആ ശുഭമുഹൂർത്തത്തിൽ തന്നെ ചെറുക്കൻ്റെ വീട്ടുകാർ വേറെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടിച്ചു എന്നാണ് അറിഞ്ഞത്. കിങ്ങിണിയുടെ തിരോധാനവും സച്ചിൻ്റെ ആത്മഹത്യാശ്രമവും സച്ചിൻ്റെ വീട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. ഇത് ചൊല്ലി പരസ്പരം ഇരു കുടുംബക്കാരും തമ്മിൽ കുറ്റം പറഞ്ഞ് കശപിശയായി. ആ വാർത്ത നാട് മുഴുവൻ പരന്നു കഴിഞ്ഞു. ആസ്പത്രിയിൽ വെച്ച് സച്ചിൻ ഞെട്ടിക്കുന്ന ആ സത്യം അറിഞ്ഞു. വിവാഹം കഴിക്കാൻ കൂട്ടാക്കാതെ തൻ്റെ കിങ്ങിണി ചേച്ചി എങ്ങോട്ടെന്നില്ലാതെ ഓടിപ്പോയിരിക്കുന്നു. അങ്ങനെ പോലീസ് വന്നു പോയപ്പോൾ പോലും ആരോഗ്യസ്ഥിതി മോശമായാൽ അറിയിക്കാതിരുന്ന ആ വാർത്ത അവൻ അറിഞ്ഞു. കിങ്ങിണി ചേച്ചിയുടെ കല്യാണം താൻ കാരണം നടന്നില്ല. തൻ്റെ ഈ പ്രവൃത്തി കാരണം നാണക്കേട് സഹിക്കാനാവാതെ ചേച്ചി
വിവാഹത്തലേന്ന് വീട് വിട്ടു പോയത്രേ. അത് കേട്ടതോടെ പിന്നെ അവൻ ഹോസ്പിറ്റലിൽ നിന്നില്ല. വീട്ടിൽ പോകാൻ വാശി പിടിച്ചു. ഇപ്പോൾ മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടുകാർ അവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ അവൻ ആ വീട്ടിൽ നിന്നില്ല. മാതാപിതാക്കളുടെ കണ്ണു വെട്ടിച്ച് കിങ്ങിണിയെ അന്വേഷിച്ചിറങ്ങി. സച്ചിൻ നേരെ ചെന്നത് അവൻ്റെ തൊട്ടടുത്തുള്ള വീടിൻ്റെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. SI അവന് പറയാനുള്ളത് മുഴുവൻ പുഞ്ചിരിയോടെ കേട്ടു. നീ വീട്ടിലേക്ക് ചെല്ല്, അവൾ വരുവടോ. SI അവനെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. റെയിൽവേ സ്റ്റേഷൻ CCTV പരിശോധിച്ച് പോലീസ് ഒരു ആശ്രമ വനിതയോടൊപ്പം കിങ്ങിണി വണ്ടി കയറി പോകുന്നത് കണ്ടെത്തിയിരുന്നു. തുടർന്ന് യൂണിഫോം ഇല്ലാതെ ആശ്രമത്തിലെത്തിയ പോലീസ് കിങ്ങിണിയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. നീ കരുതുന്നത് പോലെ സച്ചിന് ഒരപകടവും സംഭവിച്ചിട്ടില്ല. സച്ചിനൊന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞ കിങ്ങിണിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി. എനിക്കിപ്പോൾ എൻ്റെ സച്ചിനെ കാണണം. ഇനി എനിക്കെൻ്റെ സച്ചിയെ വേണം. ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല. അവളുടെ തീരുമാനം അതായിരുന്നു. അവൾ പോലീസിനൊപ്പം നാട്ടിലെത്തി. വീട്ടിലെത്തി അവളുടെ തീരുമാനം മാതാപിതാക്കളെ അറിയിച്ചു. അവരും അതായിരുന്നു ആഗ്രഹിച്ചത്. പ്രേമത്തിന് ജാതിയോ മതമോ സൗന്ദര്യമോ പ്രായമോ ഒന്നും തന്നെ ബാധകമല്ല. അത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള സംഗമമാണ്. മകന് ജീവിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ട് സച്ചിൻ്റെ മാതാപിതാക്കളും അവർ തമ്മിൽ ഒന്നാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഒരു മുഹൂർത്തത്തിൽ അവർ അവരെ തമ്മിൽ ചേർത്ത് വെച്ചു. കിങ്ങിണി ഇങ്ങ് വന്നേടി. കിങ്ങിണിയോ? കിങ്ങിണി അതിശയിച്ചു. ആ ആദ്യ രാത്രിയിൽ സച്ചിൻ്റെ നാവിൽ നിന്നും ചേച്ചി എന്ന പദം തിരികെ പോയി. ഇപ്പോൾ വെറും കിങ്ങിണിയായി മാറി. തന്നെ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ച സച്ചിനെ സമ്മതിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കിങ്ങിണി തൻ്റെ കള്ളക്കാമുകൻ ചെക്കനെ, അല്ല തൻ്റെ നവവരനെ കെട്ടിപ്പിടിച്ചു. സച്ചിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.